ഹായ് ഫോക്സ്, നമ്മളിന്ന് മാർക്കറ്റ് മേക്കർ സീരീസിന്റെ പാർട്ട് 2ന്റെ കണ്ടിന്യൂവേഷൻ റിയൽ ലൈഫ് ചാർട്ടിലെ എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഒന്ന് റീക്യാപ്പ് ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മൾ AMD സൈക്കിൾസും പവർ ഓഫ് 3 ആണ് പഠിച്ചത്. സോ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. മാനിപ്പുലേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നവരാണ് ഏറ്റവും ബെസ്റ്റ് ട്രേഡർ ആവാൻ പറ്റുക. സോ അക്യുമുലേഷൻ നടക്കുന്ന മോസ്റ്റ്ലി വീക്കിന്റെ ബിഗിനിങ് ആണ്, മാനിപ്പുലേഷൻ വീക്കിന്റെ സെന്ററിലാണ്, ഡിസ്ട്രിബ്യൂഷൻ വീക്കിന്റെ എൻഡിലോട്ടാണ്. സോ ആൻഡ് വീക്ക് എൻഡ് ചെയ്യുന്നത് ഒരു ചെറിയ റിട്രേസ്മെന്റുമായിട്ടാണ്. സോ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. നമുക്കപ്പം ഇതിന്റെ റിയൽ ലൈഫ് ആയിട്ട് ഒരു ചാർട്ടിൽ എക്സാമ്പിൾ നോക്കാം. മൺഡേ, ട്യൂസ്ഡേ അക്യുമുലേഷൻ നടന്നിരിക്കുന്നു. വെനസ്ഡേ മാനിപ്പുലേഷൻ. വെനസ്ഡേ ആണ് ഹൈ ഓഫ് ദ വീക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു, വെനസ്ഡേ ഹൈ ഓഫ് ദ വീക്ക് ക്രിയേറ്റ് ചെയ്തു. തേഴ്സ്ഡേ അത് വലിച്ചു കൊണ്ടുവന്നു, ഈ ഒരു പോയിന്റ് ഓഫ് ലിക്വിഡിറ്റീസ് എടുത്തു. ഈക്വൽ ലോസ് ഒരു പവർഫുൾ ലിക്വിഡിറ്റി ആണ്. സോ ഈക്വൽ ലോസ് ലിക്വിഡിറ്റി എടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് മെജോറിറ്റി ഓഫ് ദ പ്രോഫിറ്റ്സ് കളക്ട് ചെയ്യാം. ഒരു ഒന്നോ രണ്ടോ കോൺട്രാക്ട്സ് നമുക്ക് ഈ ഒരു ലോ എടുക്കാനോ ഈ ഒരു ഇംബാലൻസിനെ ക്യാപ്ചർ ചെയ്തോ നമുക്ക് റണ്ണർ എന്നുള്ള രീതിയിൽ റൺ ചെയ്യാൻ വിടാം. അതേപോലെ ഒരു സെക്കൻഡ് എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ അനദർ ബെയറിഷ് എക്സാമ്പിൾ ആണ്. അക്യുമുലേഷൻ നടന്നിരിക്കുന്നു, വെനസ്ഡേ മാനിപ്പുലേഷൻ, തേഴ്സ്ഡേ ഡിസ്ട്രിബ്യൂഷൻ. ഇതൊരു അടിപൊളി വീക്കായിരുന്നു മൺഡേ. ഇത് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് SMBയിലാണ്. നമ്മളെ പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ ഡോളർ യൂറോ USD അല്ല, വെറും ഡോളറിന്റെ എക്സാമ്പിൾ ആണ്. ഇത് ES ആണ്, SMP 500 എന്നൊക്കെ പറയുന്ന അമേരിക്കൻ ഇൻഡെക്സ് ആണ്. മൺഡേ അക്യുമുലേഷൻ, ട്യൂസ്ഡേ കണ്ടിന്യൂവേഷൻ നടന്നു, വെനസ്ഡേ ഹൈ ഓഫ് ദ വീക്ക് ക്രിയേറ്റ് ചെയ്തു, തേഴ്സ്ഡേ ഒരു അടിപൊളി എൻട്രി വന്നു, തേഴ്സ്ഡേ ലോ ക്രിയേറ്റ് ചെയ്തു, തേഴ്സ്ഡേ താഴെ വന്നു, ഈ ഒരു ഇംബാലൻസിലേക്ക് വന്നു, സെക്കൻഡ് ഇംബാലൻസ്. സോ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. നിങ്ങൾക്കിപ്പം ആ ഒരു സ്കീമാറ്റിക്സും വെച്ച് ഈ ഒരു ഇതും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു പാറ്റേൺ ഡിഫറൻസ് ഫീൽ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ പാറ്റേൺ അല്ല ആക്ച്വലി കണ്ടുപിടിക്കുന്നത്, നമ്മൾ ആ ഒരു ലോജിക്കാണ് ബിൽഡ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, എങ്ങനെ ഈ ട്യൂസ്ഡേ ഹൈ അല്ല എന്ന് മനസ്സിലായി, എങ്ങനെ ഈ വെനസ്ഡേ ഹൈ അല്ല എന്ന് മനസ്സിലായി, എങ്ങനെ ഈ ട്യൂസ്ഡേ അല്ല ഹൈ, ഈ വെനസ്ഡേ അല്ല ഹൈ, തേഴ്സ്ഡേ എന്തുകൊണ്ട് ഒരു ന്യൂ ഹൈ ക്രിയേറ്റ് ചെയ്തുകൂടാ എന്ന് മനസ്സിലായി? ഇതിന്റെ ആൻസർ ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിലേക്ക് ഒന്ന് റീക്യാപ്പ് ചെയ്യാം ഈ വീഡിയോയിൽ. സോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് മാർക്കറ്റിന്റെ മാനിപ്പുലേഷൻ നിൽക്കുന്നത് ഒരു കീ ലെവലിൽ എത്തുമ്പോഴാണെന്നാണ്. സോ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് എടുത്ത സ്ലൈഡാണ്. മാർക്കറ്റിന്റെ ഒരു കീ ലെവലിൽ എത്തുമ്പോഴാണ് മാർക്കറ്റിന്റെ മാനിപ്പുലേഷൻ നിൽക്കുന്നത്. അപ്പം നമ്മൾ കാണിച്ച എക്സാമ്പിൾസിൽ ആ ഒരു കീ ലെവൽ ട്യൂസ്ഡേ എത്തിക്കാണില്ല, അത് വെനസ്ഡേ ആയിരിക്കും എത്തിയത്. സോ ആ ഒരു കീ ലെവലിലാണ് നമ്മുടെ മാർക്കറ്റിന്റെ മാനിപ്പുലേഷൻ അവസാനിക്കുന്നതും അവിടുന്ന് റിവേഴ്സൽ സ്റ്റാർട്ട് ആവുന്നതും. നമ്മളിപ്പം കണ്ടുവന്ന ഒരു സ്ട്രക്ചർ ആ ഒരു റിയൽ ലൈഫിൽ ഇങ്ങനല്ല വന്നിരിക്കുന്നത്. മോസ്റ്റ്ലി ഇത് ഇങ്ങനത്തെ ഒരു രീതിയിലാണ്. കാരണം മാർക്കറ്റ് എക്സാക്ട്ലി പാറ്റേൺ ബേസ്ഡ് മൂവ് ആയാൽ എല്ലാവർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റും, എല്ലാവർക്കും അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. സോ മാർക്കറ്റ് മാക്സിമം ഹാർഡായിട്ടാണ് അവർ എഞ്ചിനീയർ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഹാർഡായിട്ടുള്ള കുറച്ച് വർക്ക് പുട്ടിൻ ചെയ്യാനുണ്ട് നമുക്ക് റിസൾട്ട് കാണണമെങ്കിൽ. സോ അതുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ്സ് ആ ഒരു രീതിയിൽ എഞ്ചിനീയർ ആയിരിക്കുന്നത്. ആൻഡ് എന്തുകൊണ്ട് ട്യൂസ്ഡേ റിവേഴ്സ് ആയില്ല, വെനസ്ഡേ റിവേഴ്സ് ആയെന്നുള്ളതിനാണുള്ള ആൻസർ ആണ് ഒരു മേജർ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നത് വെനസ്ഡേ ആയിരിക്കാം. ഓക്കെ, സോ നമ്മുടെ സ്ലൈഡിലേക്ക് തിരിച്ചു വന്നാൽ നമുക്കിപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് വെനസ്ഡേ ഹൈ ഓഫ് ദ വീക്ക് ഫോം ആയതെന്ന്. അതേപോലെ ഇവിടെയും എന്തുകൊണ്ടാണ് വെനസ്ഡേ ഹൈ ഓഫ് ദ വീക്ക് ഫോം ആയെന്ന് മനസ്സിലായി. അടുത്ത നമുക്ക് ബുള്ളിഷ് എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ സെയിം അത് തന്നെ റിവേഴ്സ് ആണ്. ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഒരു മാനിപ്പുലേഷൻ എൻഡ് ആവുന്ന ട്യൂസ്ഡേയും ഒരു മാനിപ്പുലേഷൻ എൻഡ് ആവുന്ന വെനസ്ഡേയും. ട്യൂസ്ഡേസും വെനസ്ഡേസുമാണ് നോൺ ഫോർ റിവേഴ്സൽസ്. സോ എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ മൺഡേ അക്യുമുലേഷൻ നടന്നിരിക്കുന്നു, ട്യൂസ്ഡേ മാനിപ്പുലേഷൻ നടന്നിരിക്കുന്നു, വെനസ്ഡേ തേഴ്സ്ഡേ ഡിസ്ട്രിബ്യൂഷൻ നടന്നിരിക്കുന്നു. വേറൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ മൺഡേ മാനിപ്പുലേഷൻ ഫ്രൈഡേ ടു മൺഡേ മാനിപ്പുലേഷൻ നടന്നിരിക്കുന്നു, ഫ്രൈഡേ ടു മൺഡേ അക്യുമുലേഷൻ നടന്നിരിക്കുന്നു, ട്യൂസ്ഡേ ഡിസ്ട്രിബ്യൂഷൻ നടന്നിരിക്കുന്നു. നിങ്ങൾക്കിപ്പം പറയാം മൺഡേയും അക്യുമുലേഷൻ ആണ് നടന്നിരിക്കുന്നത് എന്ന് പറയാം, നമുക്ക് ഫ്രൈഡേ ഇഗ്നോർ ചെയ്യാം. മൺഡേ അക്യുമുലേഷൻ നടന്നിരിക്കുന്നു, ട്യൂസ്ഡേ ഡിസ്ട്രിബ്യൂഷൻ നടന്നിരിക്കുന്നു, ട്യൂസ്ഡേ ആണ് ലോ ഓഫ് ദ വീക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു 2 ടിക്ക് ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, വെനസ്ഡേ തേഴ്സ്ഡേ ഡിസ്ട്രിബ്യൂഷൻ നടന്നിരിക്കുന്നു. സോ വേറൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ മൺഡേ അക്യുമുലേഷൻ, ട്യൂസ്ഡേ മാനിപ്പുലേഷൻ, വെനസ്ഡേ ഡിസ്ട്രിബ്യൂഷൻ, തേഴ്സ്ഡേ കംപ്ലീറ്റ് ആയിരിക്കുന്നു. സോ
ഇവിടെയും നിങ്ങൾക്ക് എങ്ങനെ ഐഡന്റിഫൈ എന്ന് വെച്ചാൽ ഏതെങ്കിലും കീ ലെവൽസ് ഏതാണ്ട് ഈ ഒരു ഇംബാലൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മാനിപ്പുലേഷൻ ഇവിടെ വർക്ക് ആയിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ലോവർ ടൈം ഫ്രെയിംസിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഇത് കുറച്ചുകൂടെ എങ്ങനെ കൺഫേം ചെയ്യാം എന്നുള്ള ഇത് കിട്ടും. ഇതൊരു സ്വിംഗ് പോയിന്റ് ആണ്. ഇവിടെ നമുക്ക് സ്മാർട്ട് മണി റിവേഴ്സൽസ് നടന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് കുറച്ചുകൂടെ ലോവർ ടൈം ഫ്രെയിംസിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. ആൻഡ് ഇത് ഗോൾഡ് ആണ്. ഗോൾഡിൽ മൺഡേ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. സോ ഇതാണ് നമ്മുടെ ഓവറോൾ എക്സാമ്പിൾ. അപ്പൊ നമ്മുടെ ഈ എക്സാമ്പിൾസ് എടുത്തിരിക്കുന്നത് ഇത് ഗോൾഡിൽ നിന്നാണ്. ഇത് യൂറോ USD, ഇതും യൂറോ USD, ഇത് ഡോളർ ആണ്, ഇത് S&P 500ന്റെ ഈ മിനി കോൺട്രാക്ട് ആണ്, ഇത് ഡോളർ ആണ് നമ്മൾ എക്സാമ്പിൾ. സോ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ഇതിന്റെ എക്സാമ്പിൾസ് റിയൽ ലൈഫിൽ കാണിക്കാനായിട്ടാണ് ഇത് ചെയ്തത്. സോ നമുക്ക് ആൾക്കാർ ചോദിക്കാം ഇങ്ങനെ ഈ കാര്യങ്ങൾ വരാത്ത ദിവസങ്ങളിൽ സോ ഞാൻ എങ്ങനെ ട്രേഡ് എടുക്കും? നമ്മുടെ റൂൾസേ ഈ ഒരു പ്രിൻസിപ്പിൾസിന്റെ ബേസിലാണ്. അപ്പൊ ഈ റൂൾസ് വരാത്ത ദിവസം നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല. ഈ റൂൾസ് വരാത്ത ദിവസം ഇപ്പോൾ നിങ്ങളൊരു അഡ്വാൻസ് ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ലൈക്ക് ഇപ്പോൾ ഒരു ഫ്രെയിം വർക്ക് നിങ്ങൾക്ക് കണ്ടില്ല, നിങ്ങൾക്ക് അപ്പോൾ വേറൊരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാം. അപ്പം നിങ്ങൾ ആദ്യത്തെ ലെവലിലേക്ക് ഒരു ഫ്രെയിം വർക്ക് നിങ്ങൾ ആക്യുറേറ്റ് ആവാൻ നോക്കുക. നമുക്കിപ്പം ഈ ഒരു പോയിന്റ് കറക്റ്റ് സെല് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് അത് മിസ്സാവാം. നിങ്ങൾക്ക് അത് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ട്രേഡ് ഫുള്ള് ഫോം ആയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾ കാണുന്നത്, ഇത് എനിക്ക് അറിയാമായിരുന്നല്ലോ, ഇത് എനിക്ക് എന്തുകൊണ്ട് ഞാൻ ക്ലിക്ക് ചെയ്തില്ല, ഞാൻ ബട്ടൺസ് ക്ലിക്ക് ചെയ്തില്ല എന്നുള്ള രീതിയിൽ. അപ്പം അതൊക്കെ ഒന്ന് മാസ്റ്റർ ചെയ്യാൻ നോക്കുക. ആ ക്രാഫ്റ്റ് മാസ്റ്റർ ചെയ്യാൻ നോക്കുക. തുടക്കം തന്നെ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യാതിരിക്കാൻ നോക്കുക. വീക്ക്ലി ഒരു 2 ട്രേഡ് നല്ലതാണ്. മാനിപ്പുലേഷനും ട്രേഡ് ചെയ്യാം, നമുക്ക് ഡിസ്ട്രിബ്യൂഷനും ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ മാത്രം ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ അക്യുമുലേഷൻ മാത്രം അക്യുമുലേഷൻ ട്രേഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അക്യുമുലേഷൻ മാത്രം ട്രേഡ് ചെയ്യാം. സോ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ ക്യാരക്ടറിനും നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിക്കും അനുസരിച്ച് എന്ത് ഫ്രെയിം വർക്കാണ് നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അത് യൂസ് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യാം. സോ ഈ ഒരു എക്സാക്ട് ഫ്രെയിം വർക്ക് എല്ലാ വീക്കിലും ഫോം ആവണമെന്നില്ല. ചില സമയം നമുക്ക് ഫ്രൈഡേ തൊട്ട് മാനിപ്പുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് മൺഡേ തന്നെ റിവേഴ്സൽ നടക്കുന്ന ദിവസങ്ങളുണ്ട്. നമുക്ക് റിവേഴ്സൽ ഒന്നും നടക്കാതെ തേഴ്സ്ഡേ ഒരു വലിയ ക്രാഷ് നടക്കുന്ന ദിവസങ്ങളുണ്ട്. സോ ഇതൊക്കെ സ്പെഷ്യൽ കേസസ് ആണ്. സോ ഇന്ന കേസസ് ചിലപ്പോൾ മന്ത്ലി വൺസോ മന്ത്ലി ട്വൈസോ ഒക്കെയാണ് വരാറ്. നിങ്ങൾക്ക് അപ്പം ആ ഒരു കൈൻഡ് ഓഫ് ലൈക്ക് നമ്മൾ എല്ലാ എക്സാമ്പിൾസും കവർ ചെയ്യുന്നുണ്ട്. ആ ഒരു കൈൻഡ് ഓഫ് അതിന്റെ അറൗണ്ടിൽ നിങ്ങൾക്ക് ഒരു ഫ്രെയിം വർക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അറൗണ്ടിൽ ഒരു ഫ്രെയിം വർക്ക് ബിൽഡ് ചെയ്യാം. ആദ്യം നിങ്ങൾ ഒറ്റ ഫ്രെയിം വർക്ക് ബിൽഡ് ചെയ്ത് ആ ഒരു ക്രാഫ്റ്റ് മാസ്റ്റർ ചെയ്യാൻ നോക്കുക. നിങ്ങളെ റിസ്ക് റിവാർഡ് ശരിയാക്കാൻ നോക്കുക. നിങ്ങളുടെ സൈക്കോളജി സെറ്റ് ആകുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ലൈക്ക് എക്സ്ട്രീം മാർക്കറ്റ് കണ്ടീഷനിലും നമുക്ക് 15 സെക്കൻഡ് ചാർട്ടിലും 1 സെക്കൻഡ് ചാർട്ടിലും ഈവൻ ഒരു സെക്കൻഡിന്റെ ചാർട്ടിൽ പോലും AMDs വർക്ക് ആവുന്നുണ്ട്. സോ ആ ഒരു സെക്കൻഡ് ചാർട്ടിലും എല്ലാത്തിലും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് അത്രയും അഡ്വാൻസ് ലെവലിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. സോ ആദ്യം ബേസിക്സ് ക്രാഫ്റ്റ് മാസ്റ്റർ ചെയ്യാൻ നോക്കുക. അതിനുശേഷം നമുക്ക് അഡ്വാൻസിലേക്ക് പോവാം. സോ ബി സേഫ്, ട്രേഡ് സേഫ്, ബൈ.